ഇത്തവണ ആരും തടഞ്ഞില്ല. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ തടസ്സപ്പെടുത്തിയ പലസ്തീൻ ഐക്യദാർഢ്യമായും വീണ്ടും വേദിയിലെത്തി. ഇന്ന് രാവിലെയാണ് കലോത്സവം പുനരാരംഭിച്ചത്. മൈം വീണ്ടും അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരവും കിട്ടി. റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കണ്ടത്. കേരളം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുത്തു. തുടർന്നാണ് വീണ്ടും ഒരു വേദി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. അതേസമയം മൈം അവതരിപ്പിക്കാൻ വീണ്ടും വേദി ലഭിച്ച സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുമ്പളയിൽ കുട്ടികൾ മൈമിംഗ് അവതരിപ്പിച്ചു കഴിഞ്ഞു. വലിയ സന്തോഷത്തിലാണ് മൈമിംഗ് അവതരിപ്പിക്കാൻ പറ്റിയതിൻ്റെ എന്നുള്ളതാണ്. വേദിയിൽ ഇന്ന് ഇറങ്ങി ഇപ്പോൾ കുട്ടികൾ റിപ്പോർട്ടറിൻ്റെ കൂടെ ചേരുന്നു. 6 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മൈമിംഗ് അവതരിപ്പിച്ചത്. നമുക്കറിയാം കേരളം ഒട്ടാകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇത്തരത്തിൽ കുമ്പള സ്കൂളിലെ മൈമിംഗ് നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട സംഭവം. എന്തായാലും ഇപ്പോൾ മൈമിംഗ് അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്തായാലും അവരുടെ ആ സന്തോഷം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നതാണ്. കുട്ടികളെ എന്ത് തോന്നുന്നു ഈ നിമിഷം? നല്ല സന്തോഷമുണ്ട്. നമുക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നടത്താൻ പറ്റി. മിഞ്ഞാത്ത പോലെ എല്ലാം ഞാൻ ഒരു സിനിമ അവർ കർട്ടൻ താത്തി ഇന്ന് നമ്മൾ എല്ലാം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ആദ്യം അവതരിപ്പിച്ച സമയത്ത് നിങ്ങൾ കർട്ടൻ താഴ്ത്തുന്ന സംഭവമാണ് ഉണ്ടായത്. ആ സമയത്ത് വിഷമം തോന്നിയിരുന്നു? വളരെയധികം വിഷമം തോന്നിയിരുന്നു. ഇങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലെ കരുതിയില്ല ഇങ്ങനെ പറ്റുമെന്ന്. ഈ പ്ലക്കാർഡിൻ്റെ കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഫ്ലാഗോ അല്ലെങ്കിൽ നാട്ടിൻ്റെ പേരോ വെളിപ്പെടുത്തുന്നത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ ഒരു പ്ലക്കാർഡ് മാത്രമേ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്ലക്കാർഡ് റൂളിലില്ല എന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഫലസ്തീൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് തോന്നുന്നു ഈ നിമിഷം? വളരെ അഭിമാനം തോന്നുന്നു. ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലേ. എല്ലാവരും ഒന്നും പ്രതികരിക്കുന്നില്ല. നമുക്ക് നമ്മളതായ ഒരു രീതിയിൽ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട്. വീട്ടിൽ നിന്നോ അതുപോലെ നാട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് വന്നോ? എന്ത് പറയുന്നു? തീർച്ചയായും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ. സന്തോഷം. പലസ്തീൻ ഐക്യദാർഢ്യപരമായി നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ അവതരിപ്പിച്ചു. നല്ല ആദ്യം തന്നെ ഒരു ആശംസ. താങ്ക് യു. ഇപ്പൊ സാറന്മാർ ഇടപെട്ടോണ്ട ഇങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ കേരളക്കാരെ മൊത്തം ഇത് അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അധ്യാപകരെല്ലാം പറഞ്ഞ് നമ്മൾ സംഘർഷം ഉണ്ടാക്കിയിട്ടാണ് പരിപാടിക്ക് ക്യാൻസലാക്കിയത്. നമ്മൾ കാട്ടം താത്തി ഇതാക്കുമ്പോൾ അവർ പോലീസിനെ വിളിച്ച് നമ്മളെ ഓടിപ്പിച്ചു വിടുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം തന്നെ പരിപാടി തന്നെ ക്യാൻസലാക്കി. എന്നിട്ട് അവർ പറഞ്ഞത് നമ്മൾ സംഘർഷത്തിലാണ് പരിപാടി ക്യാൻസലാക്കി. ആ പരിപാടി എന്തിനാ ക്യാൻസലാക്കി നമുക്ക് ഇന്നത് മനസ്സിലായിട്ടില്ല. കർട്ടൻ താത്താനുള്ള റൂൾ ഇല്ല. സംഭവം ഡിസ്ക്വാളിഫൈ ചെയ്യുക പരിപാടി. ഇറ്റ്സ് അബൌട്ട് നോട്ട് റിലീജിയൻ, ഇറ്റ്സ് അബൌട്ട് ഹ്യൂമാനിറ്റി. മനുഷ്യത്വമാണ് ഇവിടെ നമ്മൾ കാണിച്ചത്. അല്ലാതെ മതത്തിൻ്റെ പേരിലോ അല്ലാതെ ഇതിൻ്റെ പേരിലോ അല്ല. ഒരു മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മനുഷ്യത്വപരമായ ഒരു രാഷ്ട്രീയമാണ് കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഭവം വലിയ രീതിയിൽ അവർക്ക് മാനസികമായി വിഷമങ്ങൾ ഉണ്ടായി. കാരണം അത്രയും ആളുകൾ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുമ്പോൾ തങ്ങൾ പഠിക്കുന്ന സ്കൂളിലുള്ള അധ്യാപകർ തങ്ങളെ അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. അവർ തന്നെ തങ്ങളെ പിന്താങ്ങി അല്ലെങ്കിൽ ഒഴിവാക്കിയും കൊണ്ട് അത്തരത്തിലൊരു നിലപാടെടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് നേരത്തെ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഹാപ്പിയാണ്. അവരുടെ അവതരണം നന്നായിട്ട് തന്നെ അവർ അവതരിപ്പിച്ചു എന്ന ഒരു സന്തോഷത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്. അങ്ങനെ ആ കുട്ടികൾക്ക് വീണ്ടും ഒരു വേദി ലഭിച്ചിരിക്കുകയാണ്. വേദികളിൽ കലാപ്രകടനങ്ങൾ വരുമ്പോൾ അത് ഇല്ലാതാക്കിക്കൊണ്ട് തടഞ്ഞുകൊണ്ട് അല്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാറ്റി നിർത്തേണ്ടത്. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ. അതിനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതിൽ സർക്കാർ ഇടപെട്ടു. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തയിലൂടെ.